പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിട്ടുന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നു. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്, അപ്പോൾ ചേട്ടാ കുടിക്കല്ലേ, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന മഗ്ഗാണെന്ന്. ഞാൻ അവനെ കുടിച്ചില്ല. അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പാമ്പിനുള്ള അറപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കും. എനിക്ക് ഏറ്റവും അന്മത്തുള്ള സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു തിരുവോണത്തിന് എന്നെ വിളിച്ച്, സുരേഷ് ഒരു കാര്യം ചെയ്യും, എൻ്റെ ഇന്നത്തെ തിരുവോണം എൻ്റെ വീട്ടിൽ ഞാൻ ചേട്ടാ ഞാൻ വരാം, പായസം കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ ചെന്നു, എന്നെ വിളിച്ച് വീട്ടിൻ്റെ വരാന്തയിൽ ഇരുത്തി, ഞാൻ ഇരുന്നു. ഞാൻ പായസം എടുക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അരമണിക്കൂറായി, 3/4 മണിക്കൂറായി, പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്നു എനിക്ക് പായസം തന്നു. അപ്പോൾ ഞാനത് കുടിച്ചു, എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് വെക്കുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഈ മേഖലയിൽ. നമ്മുടെ കേരളത്തിലെ വാവ സുരേഷ് എന്ന പേര് കേൾക്കാത്തവരാരും ഉണ്ടാകില്ല. 10,000-കണക്കിന് പാമ്പുകളെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റിയ ഒരു താരം. ചാനൽ ക്യാമറകൾക്ക് മുന്നിലും ജനക്കൂട്ടത്തിന് നടുവിലും നായകനായിട്ട് നിന്ന വാവ സുരേഷിന്റെ ജീവിതം പുറമേ കാണുന്നത് പോലെ അത്ര സുഖകരമായിരുന്നോ? അല്ല എന്ന് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേചനത്തിന്റെയും അവഗണനയുടെയും സാമ്പത്തിക തകർച്ചയുടെയൊക്കെ കൈപ്പേറിയ കഥകളാണ് വാവ സുരേഷിന് പറയാനുള്ളത്. എഡ്യൂക്കേറ്റഡ് ആയ അമ്മയാണ് കേട്ടോ. അമ്മ അന്ന് അധ്യാപികയായിരുന്നു, റിട്ടയർഡ് ആയിരുന്നു. അതേ പ്രിൻസിപ്പളാണ് മറ്റായിരുന്നു. അതേ എന്താ പറയുക, സ്കൂളിലെ HM എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ അമ്മയുടെ അവിടെ വീട്ടിലൊരു പാമ്പ് വന്നു, വീടിൻ്റെ മുന്നിൽ മതിൽ പാമ്പ് വന്നു. ഞാനത് പോയി മതിൽ പൊളിച്ച് ഏകദേശം എനിക്കൊന്നൊരു ഉച്ചയ്ക്ക് ഒരു 11:30 തുടങ്ങി, ഒരു 6 മണിക്കാണ് കിട്ടുന്നത്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങളൊരു പണ്ടും എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു വീട്ടിൽ അങ്ങനെ ആഹാരം കഴിക്കില്ല, വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആഹാരം തരണം, അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ ചെറുപ്പം മുതൽ എനിക്കതുണ്ടാകും. അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രമൊക്കെ അല്ല ക്ഷീണിച്ച് വേർത്ത് ഇരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് കുടിക്കാൻ വെള്ളം തരുക. അപ്പോൾ കുടിക്കാൻ മക്കളെ ഇപ്പോൾ കൊണ്ടാ കുടിക്കാൻ അവർ വീട്ടിൻ്റെ പുറകിലൂടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിട്ടുന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നത്. അത് വ്യക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്, അപ്പോൾ ചേട്ടാ കുടിക്കല്ലേ, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം കുപ്പി മഗ്ഗാണെന്ന്. ഞാൻ അവനെ കുടിച്ചു. നമ്മുടെ സമൂഹം ഇന്നും എത്രത്തോളം ഇടുങ്ങിയ ചിന്താഗതിയാണ് എന്ന് വെച്ചു പുലർത്തുന്നെന്നുള്ള കാര്യമാണ് ഇവിടെ അതിന്റെ ഒരു തെളിവ് തന്നെയാണ് വാവ സുരേഷിന്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് തോന്നുന്നത്. ഒരു അധ്യാപികയുടെ വീട്ടിലെ പാമ്പിനെ പിടിക്കാൻ പോയ ഒരു അനുഭവം അദ്ദേഹം അത് വിവരിക്കുന്നതും ഇങ്ങനെയാണ്. അതായത് മണിക്കൂറുകളോളം പട്ടിണി കിടന്ന് മതില് പൊളിച്ച് സാഹസികമായിട്ട് പാമ്പിനെ പിടിച്ചതിന് ശേഷം അദ്ദേഹം ദാഹിച്ചു വലഞ്ഞു. ആ മനുഷ്യന്, അതായത് ദാഹിച്ചു വലഞ്ഞ ആ മനുഷ്യന് കുടിക്കാൻ കൊടുത്ത വെള്ളം നൽകിയത് എവിടെ നിന്നറിയാമോ? ബാത്റൂമിൽ ഉപയോഗിച്ചിരുന്ന ഒരു കപ്പില്. ആ വീട്ടിൽ തന്നെ ഒരു തൊഴിലാളിയാണ് ഈ ഒരു വിവരം അദ്ദേഹത്തോട് പറഞ്ഞത്. ശരിക്കും പഠിപ്പും പദവിയും ഉള്ളവർ പോലും ഒരു സേവകനോട് കാണിക്കുന്ന ഈ ഒരു അയിത്തം മനസാക്ഷിയുള്ളവരെ വേദനിപ്പിക്കുന്നത് തന്നെയാണ്. വിദ്യാഭ്യാസം ഒരാളെ സംസ്കാര സമ്പന്നനാക്കില്ല എന്നതിന്റെ ഒരു വലിയ ഉദാഹരണം തന്നെയാണിത്. ഒരു പ്രിൻസിപ്പൽ എന്നത് സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു പദവിയാണ്. അവിടെയാണ് അശുദ്ധി എന്നുള്ള പ്രാകൃത ബോധം പ്രവർത്തിക്കുന്നത്. സേവനം വേണം, പക്ഷേ സേവനം ചെയ്യുന്നവനെ അശുദ്ധമായിട്ട് കാണുന്നു എന്നുള്ള ഒരു വൈരുദ്ധ്യം ഇവിടെ ചൂണ്ടിക്കാണിക്കാം. പാമ്പിനെ പിടിക്കുന്നത് മാന്യമായിട്ടുള്ള ജോലിയായിട്ട് ഇന്നും നമ്മുടെ മധ്യവർഗ സമൂഹം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ഉത്തമ തെളിവ് തന്നെയാണിത്. എനിക്ക് ഏറ്റവും അന്മത്തുള്ള സുഹൃത്തുണ്ടായിരുന്നു, ഏറ്റവും നല്ല സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനൊരു 10-12 വർഷം കൊണ്ട് ഞാൻ എൻ്റെ തിരുവോണം ഉണ്ണുന്നത് എൻ്റെ അമ്മയോടും അപ്പനോടൊന്നുമല്ല. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു അനാഥ മന്ദിരത്തിലാണ്. അറിയപ്പെടുന്നത് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത് പ്രമാദം ഒരു ക്ഷേത്രമുള്ളൂ, ആറ്റുകാൽ ക്ഷേത്രമാണ്. സത്യം പറഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്ന ഭക്തജനങ്ങൾ അമ്മയ്ക്ക് 10,000-കണക്കിന് രൂപയും സ്വർണ്ണമൊക്കെ കൊണ്ട് കാണിക്കിടാൻ പോകുമ്പോഴത്തേക്ക് ആ പോകുന്ന വഴിക്കുള്ള അനാഥ മന്ദിരമാണ് ആനന്ദനിലയം. അവിടെ കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും മൈൻഡ് ചെയ്യാതെ അവർ ദൈവത്തിന് കൊടുത്തിട്ട് എന്താ നേടാൻ പോകുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. പാവപ്പെട്ട 10 പേർക്ക് ആഹാരം കഴിക്കാൻ ഇവിടെ കൊടുത്തിരുന്നില്ല, അത്രയും പുണ്യം ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതും കൂടിയും ശ്രദ്ധിക്കണം പോകുന്ന ആൾക്കാരെന്ന് എനിക്ക് പറയാം. അപ്പോൾ ഞാൻ തിരുവോണം 10 വർഷം അവിടെ മുങ്ങുന്നത്. അപ്പോൾ ഒരു തിരുവോണത്തിന് എന്നെ വിളിച്ച്, സുരേഷ് ഒരു കാര്യം ചെയ്യും, എൻ്റെ ഇന്നത്തെ തിരുവോണം എൻ്റെ വീട്ടിൽ ഞാൻ വരാൻ പറ്റില്ല ചേട്ടാ, എനിക്ക് ഇതാണ് വലുതെന്ന് പറയും. അപ്പോൾ എല്ലായിടത്തെ മക്കൾ 11:45 എന്നെ പ്രതീക്ഷിക്കും എല്ലാ തിരുവോണത്തിനും. അപ്പോൾ ഞാൻ കഴിച്ചു, ഞാനിവിടെ ഇറങ്ങി, ഞാൻ ചേട്ടാ ഞാൻ വരാം, പായസം കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ ചെന്നു, എന്നെ വിളിച്ച് വീട്ടിൻ്റെ വരാന്തയിൽ ഇരുത്തി, ഞാൻ ഇരുന്നു. ഞാൻ പായസം എടുക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അരമണിക്കൂറായി, 3/4 മണിക്കൂറായി, പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. അപ്പോൾ ഞാൻ വെറുതെ കഴിച്ച് അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അവർ അകത്തുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ഗ്ലാസ്സുകളെല്ലാം ഇങ്ങനെ ഒരു 100ഓളം ഗ്ലാസ്, 10-50ഓളം ഗ്ലാസ്സെല്ലാം വീടിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ മോനെ മാത്രമല്ല, മോൻ വെളിയിൽ നിന്ന് ഓടി വരുന്നു, ബാക്കി കൂടെ ഓടി. മോൻ ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്നു എനിക്ക് പായസം തന്നു. അപ്പോൾ ഞാനത് കുടിച്ചു, എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് പിടിക്കുന്നു. ഡിസ്പോസിബിൾ ആണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഈ മേഖലയിൽ. പക്ഷേ അന്ന് എനിക്ക് അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പാമ്പിനുള്ള അറപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കാം. പുറത്തുള്ളവർ മാത്രമല്ല, കൂടെയുള്ളവരും, അതായത് കൂടെ ഉണ്ടായിരുന്ന വിശ്വസിച്ചവർ പോലും നിർത്തിയിട്ടുണ്ട്. തിരുവോണം നാളിൽ സദ്യ കഴിക്കാൻ വിളിച്ച സുഹൃത്ത് വാവ സുരേഷിന് എന്ത് ചെയ്ത് വീടിന്റെ ഉള്ളിലേക്ക് പോലും കയറ്റാതെ വരാന്തയിൽ ഇരുത്തി. പായസം പോലും നൽകിയതോ ഡിസ്പോസിബിൾ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് വരുന്നതും അത് അദ്ദേഹം നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. ആ ഒരു ഗ്ലാസ് പോലും ആ വീട്ടിൽ ഉപേക്ഷിക്കാത്ത സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി കളയേണ്ടി വന്ന ഒരവസ്ഥ
ഒരാളെ സ്നേഹത്തോടെ വിളിച്ചിട്ട് അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു അത്. ശരിക്കും ജാതിയുടെയും അല്ലെങ്കിൽ തൊഴിലിന്റെയും ഒക്കെ പേരിലുള്ള ഒരു വേർതിരിവ് ഈ ഒരു വീടിന്റെ വരാന്തയിൽ അവസാനിക്കുന്നു എന്നതിന്റെ ക്രൂരമായിട്ടുള്ള ഒരു സത്യമാണിത്. ഡിസ്പോസിബിൾ ഗ്ലാസ് എന്നത് ഇവിടെ ഒരു പ്രതീകമാണ്. അതായത് ഉപയോഗിച്ചതിന് ശേഷം അത് വലിച്ചെറിയേണ്ട ഒന്ന് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് വാവ സുരേഷിനെ അവർ കണ്ടത്. പിന്നെ സൗഹൃദങ്ങളിൽ പോലും ഇത്തരം അദൃശ്യമായിട്ടുള്ള അതിർവരമ്പുകൾ അത് സൂക്ഷിക്കുന്ന മലയാളികളുടെ സ്വഭാവത്തെ വിമർശിക്കാം. പുറമെ പുരോഗമനം പറയുന്ന പല കുടുംബങ്ങളുടെയും ഉള്ളിലും ഇന്നും ഇത്തരം വേർതിരിവുകൾ സജീവമാണ്. പാമ്പ് പിടുത്തം ഒരു ലഹരിയായിട്ട് മാറിയപ്പോൾ അദ്ദേഹത്തിന് നഷ്ടമായത് സ്വന്തം കുടുംബത്തെ തന്നെയാണ്. അച്ഛനെയും അമ്മയും നോക്കാൻ പോലും സമയം കണ്ടെത്താനാകാതെ പോയതിൽ അദ്ദേഹം ഇന്നും ഖേദിക്കുന്നുണ്ട്. സഹോദരിയുടെ ചികിത്സാ ചിലവുകൾക്കായി ഓടുമ്പോഴും സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് പോലും സഹായം ലഭിക്കുന്നില്ല എന്നത് കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ തുറന്നു കാട്ടുകയാണ്. ഇന്ന് അദ്ദേഹം ഒരു ലക്ഷങ്ങളുടെ കടബാധ്യതയിലാണുള്ളത്. സ്വന്തം ഉപജീവനത്തിനായിട്ട് ഒരു തട്ടുകടയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു സൂപ്പർ താരം. നമ്മുടെ ലോകം മുഴുവനും രക്ഷകനായിട്ട് കാണുന്ന ഒരാളാണ് സ്വന്തം വീട്ടിൽ ഒറ്റപ്പെട്ട് പോകുന്ന ഒരവസ്ഥ ഒരു ലഹരി പോലെ പാമ്പ് പിടുത്തത്തെ കൊണ്ടു നടന്നപ്പോൾ അദ്ദേഹത്തിന് നഷ്ടമായതും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ സാമീപ്യം തന്നെയാണ്. പിന്നെ സാമൂഹിക സേവനത്തിന് ഇറങ്ങിത്തിരിക്കുന്നവർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി കൂടിയാണിത്. അതായത് പേഴ്സണൽ ലൈഫ് വേഴ്സസ് പ്രൊഫഷണൽ പാഷൻ ആണ് ഇവിടെ കാണുന്നത്. കുടുംബം എന്നത് വാവ സുരേഷിന് ഒരു താങ്ങല്ല, മറിച്ച് ഒറ്റപ്പെടലിന്റെ മറ്റൊരു ഇടമായി മാറുന്നതും ഇവിടെ കാണാൻ പറ്റും. ഇന്ന് അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയുണ്ട്. വരുമാനമില്ലായ്മ, തട്ടുകടയിലെ ജോലി. ശരിക്കും പ്രശസ്തി ഒരിക്കലും സാമ്പത്തിക സുരക്ഷിതം നൽകുന്നതൊന്നല്ല. വാവ സുരേഷിനെ പോലെയുള്ള ഒരാള് തട്ടുകടയിൽ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു പരാജയം തന്നെയാണ്. ശരിക്കും ഈ ഒരു സർക്കാർ സംവിധാനങ്ങൾ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. എന്തായാലും പ്രശംസകൾ കൊണ്ട് ഒരിക്കലും ഒരാളുടെ വയറ് നിറയില്ല. ഇന്ന് അദ്ദേഹം തളർന്നിരിക്കുന്നു എങ്കിൽ അത് വെറും പാമ്പ് കടിച്ചിട്ടൊന്നുമല്ല, മറിച്ച് മനുഷ്യരുടെ കുത്തുവാക്കുകളും അവഗണനയും അത് ഏറ്റിട്ട് തന്നെയാണ്. നമുക്ക് പാമ്പിനെ പിടിച്ചു തരാൻ ഒരു വാവ സുരേഷ് വേണം, പക്ഷെ അദ്ദേഹത്തിന് ഒരു തളർച്ച വരുമ്പോഴോ താങ്ങാനും ആരുമില്ല. ഇവിടെ അദ്ദേഹം പങ്കുവച്ച ഈ ഒരു അനുഭവങ്ങളുണ്ടല്ലോ, അത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല, മറിച്ച് ഇതിന് പിന്നിലെ ഭയാനകമായിട്ട് ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമുണ്ട്. നമ്മുടെ വീട്ടിലെ ഒരു പാമ്പ് വന്നാൽ നമുക്ക് വേണ്ടത് ആരെയാണ്? വാവ സുരേഷ് എന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ജീവൻ പണയപ്പെടുത്തി അത് പിടിച്ചു തരുമ്പോൾ നമ്മൾ അത് കൈയടിക്കും. എന്നാൽ ആ ദൗത്യം കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് വെറും ഒരു പാമ്പ് പിടുത്തക്കാരൻ മാത്രമാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നൽകേണ്ട മാന്യതയോ അല്ലെങ്കിൽ പരിഗണനയോ പോലും നൽകാൻ പലരും തയ്യാറാകുന്നില്ല. നെയ്യാറ്റിൻകരയിൽ ആ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, ആ ഒരു ബാത്റൂമിൽ ആ ഒരു കപ്പിൽ വെള്ളം നൽകിയതുണ്ട് അദ്ദേഹത്തിന്റെ ആ ജോലിയെ താഴ്ത്തി കെട്ടുന്ന ഒരു മനോഭാവം തന്നെയാണ്. ഉയർന്ന ബിരുദങ്ങൾ ഉണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ പദവികളിൽ ഇരുന്നത് കൊണ്ടോ ഒരാൾ സംസ്കാരമുള്ളവനാകണമെന്നില്ല എന്ന് ഈ ഒരു സംഭവം നമ്മെ തെളിയിക്കുന്നു. എന്തായാലും ഐത്യം എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളറകളിൽ ഇന്നും കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പുറമെ പുരോഗമനം പറയുകയും ഉള്ളിൽ വിവേചനം സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു ഇരട്ടത്താപ്പിനെയാണ് നാം തിരിച്ചറിയേണ്ടത്. പിന്നെ സൗഹൃദങ്ങളിലെ ആ ഒരു അദൃശ്യമായിട്ടുള്ള അതിർവരമ്പുകളുണ്ടല്ലോ, സൗഹൃദം എന്നത് തുല്യമായി കാണേണ്ട ഒന്നാണ്. എന്നാൽ സുഹൃത്തിനെ വരാന്തയിലിരുത്തി ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ഭക്ഷണം നൽകുന്നത് ആ വ്യക്തിയെ തന്നെക്കാൾ താഴ്ന്നവനായിട്ട് കാണുന്നത് കൊണ്ടാണ്. പ്രശസ്തനായിട്ടുള്ള വാവ സുരേഷ് എന്നതിലുപരി അദ്ദേഹത്തിന്റെ ഒരു സാമൂഹിക പശ്ചാത്തലത്തെ ആവാം ആ ഒരു സുഹൃത്ത് അവിടെ നോക്കിയത്. എന്തായാലും വാവ സുരേഷ് എന്ന വ്യക്തി ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു മാനസിക വേദനയ്ക്ക് ഒരു പരിധിവരെ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. അദ്ദേഹത്തിന്റെ പാമ്പ് പിടുത്ത രീതികളിലെ ശാസ്ത്രീയതയെക്കുറിച്ച് നമുക്ക് വിമർശിക്കാം അല്ലെങ്കിൽ വിയോജിക്കാം. പക്ഷെ ആ മനുഷ്യന്റെ വ്യക്തിത്വത്തെയോ അല്ലെങ്കിൽ അന്തസ്സിനെയോ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഒരാൾ ചെയ്യുന്ന ജോലി അയാളുടെ താഴ്ന്ന നിലവാരത്തിന്റെ ഒരു അടയാളമല്ല. പാമ്പിനെ പിടിക്കുന്നതായാലും തട്ടുകടയിലെ ദോശ ചുടുന്നതായാലും അത് അന്തസ്സുള്ള ഒരു തൊഴിലാണ്. വാവ സുരേഷ് ഇന്ന് കടബാധ്യതയിൽ വലയുമ്പോഴും ഒരു തട്ടുകടയിൽ ജോലിക്ക് പോകാൻ തയ്യാറാകുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആർജവമാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് വേണ്ടത് അദ്ദേഹത്തെ ദൈവമായിട്ട് ആരാധിക്കുന്ന ആരാധകരെയല്ല, മറിച്ച് അദ്ദേഹത്തെ ഒരു സഹജീവിയായി കണ്ട് ആദരിക്കാൻ കഴിയുന്ന ഒരു സമൂഹമാണ് വേണ്ടത്. ഇനി നമ്മൾ ചോദിക്കേണ്ടത് വാവ സുരേഷിനോടല്ല, നമ്മളോട് തന്നെയാണ്. നമ്മൾ ശരിക്കും പുരോഗമിച്ചോ, അതോ നമ്മുടെ മനസ്സുകൾ ഇന്നും ആ പഴയ ബാത്റൂം കപ്പിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണോ? എന്നാലും അദ്ദേഹത്തോട് കാട്ടിയ ഈ ഒരു വിവേചനങ്ങൾ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്? കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വിശകലനവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.